അവകാശിയായി ഞാനല്ലാതെ ആരുണ്ട്? ഭ്രാന്തായാൽ എന്തു സുഖം, സക്കറാത്തുൽ മൗത്ത് രസം. ഈ ലബൈക്കിന്റെ ബൈക്കുമ്മ കയറി പോയിക്കോളി, വമ്പുള്ള വിമാനത്തിൽ കയറി പോകണ്ടെന്ന് പറയുന്നത്. അറിഞ്ഞതിനെ നമുക്ക് അറിവെന്ന് വിളിക്കാൻ പറ്റും, അറിയാനുള്ളതിന് അറിവെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അള്ളാഹു ആരാണ് ലൈല എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഈ പാട്ട് പറയുമ്പോൾ അള്ളാഹുവാണ് ലൈല. അപ്പോൾ ഈ അള്ളാഹുവിനെ ലൈല എന്ന് വിശേഷിപ്പിക്കാൻ പാടുണ്ടോ? ദൈവം എവിടെ? ദൈവം ആരാണ്? ദൈവം എന്താണ് ചെയ്തു തരുന്നത്? എവിടെ നോക്കുമ്പോൾ കാണാനില്ല. നോമ്പെടുത്തും തിന്നാൻ പറ്റണ വിഭവങ്ങൾ കണ്ടിക്കാ, നിസ്കാരപ്പായൽ കിട്ടണ തേൻ മധുരം കഴിച്ചിക്കാ. സൂഫി പാട്ടുകളിലൂടെയും വരികളിലൂടെയും ഒക്കെ മലയാളികൾക്ക് നേരെ സുപരിചിതനായിട്ടുള്ള ഉസ്താദ് ജാബിർ സുലൈമാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. ഇനിയിപ്പോൾ നേരത്തെ ഭ്രാന്തായാൽ എന്തു സുഖം എന്നുള്ള പാട്ടായിരുന്നു ഒരു കാലത്ത് മലയാളികളുടെ ചുണ്ടിലൊക്കെ മൂടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നോമ്പ് കാലമായപ്പോൾ ഈ നോമ്പെടുത്തും തിന്നാൻ പറ്റുന്ന വിഭവങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ റീൽസിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഈ നോമ്പെടുത്താൽ തിന്നാൻ പറ്റുന്ന വിഭവം എന്താണ് എന്നൊരു ചോദ്യമുണ്ടല്ലോ, സാധാരണക്കാർക്ക് ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. എന്തായിരിക്കും അത്? സൂഫി ആശയങ്ങൾ എല്ലായ്പ്പോഴും ദൈവവുമായിട്ടുള്ള അള്ളാഹുവുമായിട്ടുള്ള ഒരു ബന്ധത്തെ നമ്മുടെ ജീവിതത്തിൽ ലൈവായി അനുഭവിപ്പിക്കുക എന്നുള്ള ഒരു ഉള്ളടക്കമാണ് അതിനുണ്ടാവുക. അപ്പോൾ ഓരോ ആരാധനകൾക്കും അതിൻ്റെ ഒരു ആത്മീയമായ ആ വിധത്തിലുള്ള ഒരു വശമുണ്ട്. അപ്പോൾ നോമ്പുകാരൻ, അവനെ നമ്മൾ ബാഹ്യത്തിൽ നിന്ന് കാണുമ്പോൾ തിന്നുന്നില്ല, കുടിക്കുന്നില്ല, പക്ഷെ അവന് വലിയ സ്ഥാനത്താണ് താനും. എന്താണ് ആ സ്ഥാനം? അപ്പോൾ അവന് എന്താണോ തിന്നണ്ട കുടിക്കണ്ട എന്ന് പറഞ്ഞത്, അതിനേക്കാൾ ഉന്നതമായ എന്തോ വിഭവങ്ങൾ അവൻ എടുത്തുകൊണ്ടിരിക്കുന്നു, കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അതിലുള്ളൊരു വിഷയം എന്ന് പറഞ്ഞത്, ആരാധനകൾ ഓരോന്നും സത്യത്തിൽ അള്ളാഹുവിനോടുള്ള പ്രണയത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ഈ പ്രണയമാണെങ്കിലോ വിശപ്പ് കെടുത്തുന്ന ഒരു സംഗതിയാണ്. വിശപ്പും ദാഹവും കെടുത്തുന്ന, പ്രണയിക്കുന്നവനിൽ നമ്മെ അങ്ങ് മുഴുക്കി കൊണ്ടു നടത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിലായിട്ടാണ് ഈ നോമ്പ് എന്ന് പറയുന്ന ഈ ഒരു ആരാധനയെ ഒരു സൂഫി കണ്ണിലൂടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ഈ വരികളിൽ തന്നെ അവസാനം പറയുന്നുണ്ട്, ഈ കലിമത്തിൽ തൗഹീദിൻ്റെ ഒരു രുചിയാണെന്ന് പറയുന്നത്. അപ്പോൾ ആ കലിമയുടെ രുചി എന്ന് പറയുന്നത് ഏകദൈവത്തിൻ്റെ വിശ്വാസത്തിൻ്റെ രുചിയാണ്. തീർച്ചയായിട്ടും അവനുമായിട്ടുള്ള, ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിൽ ഒരാൾ അവൻ്റെ പൂവായി വിടരുക, സ്വയം അവൻ്റെ കനിയായി മാറുക, അവനക്ക് ചുറ്റുമുള്ളവരും ആ സുഗന്ധത്തെ ആസ്വദിച്ചു കൊണ്ടിരിക്കുക, അവരോടൊപ്പം അവന് ചുറ്റുമുള്ളവരും ആ കനി ഭക്ഷിച്ചു കൊണ്ടിരിക്കുക. ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, അവൻ അല്പസമയം ഇവിടെയുള്ള മറ്റ് ആഹാരപദാർത്ഥങ്ങളെ മറന്നുപോകുന്നു എന്നുള്ളതാണ്. ഈ ലൗകികമായ വിഭവങ്ങളെക്കാൾ വലിയൊരു ആത്മീയ വിഭവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക എന്ന് പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും. ഈ നമ്മളെ ആഹരിപ്പിക്കുക എന്ന് പറയുന്നതിൽ തന്നെ സൂഫി ദർശനങ്ങളിൽ ഒരു രഹസ്യമുണ്ട്. നമ്മൾ ഈ ഭക്ഷണം കഴിക്കുക, അപ്പോൾ ആ ഒരു കാര്യത്തിൽ അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കണം, സമ്പാദിക്കണം, ആഹാരം ശേഖരിക്കണം, പാചകം ചെയ്യണം, എന്നിട്ട് നമ്മൾ എടുക്കണം. ഇത് നമ്മുടെ ജീവിതത്തിലെ ഓരോ ആളുകളുടെയും ജീവിതത്തെ വല്ലാതെ അസ്വസ്ഥമാക്കുന്ന, അവരുടെ ജീവിതത്തിൻ്റെ ഒരു ബേജാറ് തന്നെ എന്താണ്? കഴിക്കണമല്ലോ, ആളുകൾ പറയും രണ്ടറ്റം മുട്ടിക്കണ്ടേ, കുടുംബത്തെ വയറ് നോക്കണ്ടേ. എന്നാൽ സത്യത്തിൽ ഇത് മനുഷ്യൻ്റെ ജീവിതത്തിൽ അവന് നടന്നുകൊണ്ടിരിക്കുന്ന ആവശ്യങ്ങളുടെ ഒരു വളരെ ചെറിയ ഒരു അംശം മാത്രമാണ്. ഇതാണോ യഥാർത്ഥത്തിൽ അവനുള്ള ആവശ്യം? അവന് ജീവൻ വേണം, അറിവ് വേണം, ഉദ്ദേശം വേണം, ശക്തി വേണം, കാഴ്ച വേണം, ഇതെല്ലാം അവന് നൽകപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അവൻ അതിനെല്ലാം ആഹരിച്ചുകൊണ്ടേയിരിക്കുന്നു, ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. നീ എന്ത് ചെയ്യേ? അല്പസമയം ഈ പുറത്തുള്ള ആ രുചിയെ അല്പസമയത്തേക്ക് നിർത്തിയിട്ട് നീ എടുത്തുകൊണ്ടേയിരിക്കുന്ന ഈ ആഹരിക്കലിൻ്റെ ബന്ധത്തെ ഒന്നറിയേ. അതാണ്. ഇത് അറിയലാണോ ഒരു അനുഭവിക്കലാണോ? ശരിക്കും ഒരു ഈശ്വരീയമായ അല്ലെങ്കിൽ ആധ്യാത്മികമായ അറിവെന്ന് പറയുന്നതിനേക്കാൾ അനുഭവിക്കലാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. ഞാൻ അറിവ് എന്ന് പറയുമ്പോൾ തന്നെ അറിഞ്ഞതിനെ നമുക്ക് അറിവെന്ന് വിളിക്കാൻ പറ്റും, അറിയാനുള്ളതിന് അറിവെന്ന് പറയാൻ പറ്റില്ല.
അറിഞ്ഞെന്ന് പറയുന്നത് ഫീൽ ചെയ്യണം, ഫീലിംഗ് ആണ്. തീർച്ചയായിട്ടും എന്തൊരു കാര്യത്തെ ഇപ്പം ഒരു ഗ്ലാസ് ചായ മധുരമുള്ളതായി അറിഞ്ഞാൽ അത് മധുരമുണ്ട്. അല്ലാതെ മധുരം എന്നൊരു വാക്കിനെ നമുക്കത് രുചിച്ച് നോക്കാതെ എങ്ങനെ അറിയാൻ കഴിയും? ഈ പാട്ട് പാടുമ്പോൾ ഞാൻ നമുക്ക് ഈ വരി ഉസ്താദിന്റെ വരികൾ തന്നെയാണല്ലോ അല്ലേ? അതെ അതെ. അപ്പോൾ ഈ വരികൾ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അറിഞ്ഞെഴുതുന്നതാണ്, അനുഭവിച്ചെഴുതുന്നതാണ്. ആ അനുഭവമായിരിക്കും ആ പാട്ടിൽ വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. ഒരു വേറൊരാൾ എഴുതി പാടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ അർത്ഥം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. അതെ 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 അതെ. എങ്ങനെയാണ് രണ്ടുപേരും ഒന്ന് പാടാൻ പറ്റുമോ നോമ്പെടുത്താൽ? നോമ്പെടുത്തും തിന്നാൻ പറ്റണ വിഭവങ്ങൾ കണ്ടുക്കാ, നിസ്കാരപ്പായേൽ കിട്ടണ തേൻ മധുരം കഴിച്ചിക്കാ. നോമ്പെടുത്തും തിന്നാൻ പറ്റണ വിഭവങ്ങൾ കണ്ടുക്കാ, നിസ്കാരപ്പായേൽ കിട്ടണ തേൻ മധുരം കഴിച്ചിക്കാ. ഇതിപ്പോൾ വലിയ ട്രോളായിട്ടൊക്കെ വരുന്നുണ്ട്. ഈ അത്താഴക്കള്ളന്മാർ ഭക്ഷണം കഴിക്കുമ്പോൾ നോമ്പെടുത്താൽ തിന്നാൻ പറ്റണത് ഈ ലൗകികമായ ഭക്ഷണങ്ങളാണെന്ന അർത്ഥത്തിൽ കൂടി റീൽ വൈറലാവുക എന്ന് പറയുന്ന രണ്ടർത്ഥത്തിൽ അതിന് പ്രയോഗങ്ങളുണ്ട്. ഞാൻ നോക്കുന്നത് ഈ ദൈവവുമായിട്ടുള്ള മനുഷ്യൻ്റെ ബന്ധം അതൊരു അടിമ ഉടമ ബന്ധമാണെന്നും അതൊരു ഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നരകഭയമാണ് മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതൊക്കെയാണ് സ്വാഭാവികമായിട്ടും വിശ്വാസികൾക്ക് ഇതിൽ കൂടുതൽ പ്രാമാണികമായിട്ടുള്ള അറിവ്. ഇത് കുറച്ചുകൂടിയും ദൈവത്തെ അങ്ങ് പ്രണയിക്കുക എന്ന് പറയുന്നു, ദൈവത്തോട് അങ്ങോട്ട് അലിഞ്ഞു ചേരുക എന്നൊക്കെ പറയുന്നത് സൂഫിസത്തിൻ്റെ ഒരു ധാരയാണ്. അത് കേരളത്തിൽ വലിയ തോതിൽ പ്രചാരത്തിലില്ലാത്തതാണോ? എന്തായിരിക്കും അതിൻ്റെ ഒരു? ഉണ്ട്. എല്ലാ മതങ്ങളുടെയും ഉള്ളിലുള്ള അതിൻ്റെ ആരാധനകളിലേക്ക് നയിക്കുന്ന അതിൻ്റെ അടിസ്ഥാനം ഈ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധം തന്നെയാണ്. എല്ലാ മതത്തിലും അതുണ്ട്. പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ ഈ വിധത്തിലുള്ള അതിൻ്റെ ഒരു ആധ്യാത്മിക സുഗന്ധമാണ് സൂഫിസം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ അടിമ എന്നുള്ള ഒരു വാക്ക് പറഞ്ഞല്ലോ, ഈ അടിമ എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുക ഒന്നും ഇല്ലാതെ താഴെ കിടക്കുന്ന ഒരാൾ എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഇതിനെ നമ്മൾ സൂഫി ഇതിൽ നമ്മൾ ആ വാക്കിന് കേൾക്കുക പോലും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അള്ളാഹുവിൻ്റെ അടിമ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറയും അവന് കിട്ടിയേ മതിയാവൂ എന്നുള്ള വിധത്തിലുള്ള അടിമ. അപ്പം നമ്മളിപ്പം എന്തെങ്കിലും ഒന്നിൻ്റെ ഒരു സബ്സ്റ്റൻസിൻ്റെ അടിമ എന്ന് പറഞ്ഞാൽ എന്താ? അവനതിൻ്റെ അടിമയാണ്, പാട്ടിൻ്റെ അടിമയാണ്, അവനത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് എന്ന വിധത്തിലുള്ള ഒരർത്ഥത്തിലാണ് ആ വാക്കുപോലും നമ്മൾ കേൾക്കുമ്പോൾ അങ്ങനെയാണ് കേൾക്കുന്നത്. അല്ലാഹുവിൽ നിന്ന് വേർപെടുത്താനാവാത്ത വിധം അവനെ ലഭിക്കാതിരുന്നാൽ, അവൻ്റെ ഓർമ്മ വന്ന് പതിക്കാതിരുന്നാൽ ഇവന് വെപ്രാളം വരും, അത് കിട്ടിയേ പറ്റൂ എന്നുള്ള ഇങ്ങനെയുള്ള എത്രയോ ആളുകളുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നോമ്പെടുത്താലും ചിലതൊക്കെ കഴിക്കാമെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു പോയറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പിരിച്വൽ ഒരു ഡീപ്പസ്റ്റ് ആയിട്ടുള്ള അർത്ഥത്തിലേക്ക് ആളുകൾ പോവാതെ ആളുകൾ ഇങ്ങനെ വഴിതെറ്റാൻ സാധ്യതയുണ്ടോ? ഇല്ല, ഏത് മതവിശ്വാസിക്കും അറിയാം അവൻ ഈ ബാഹ്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഗഹനമായ ചില ആഴങ്ങളുടെ വഴികളുണ്ടെന്നുള്ളതറിയാം. ഈ പാട്ടിനെ കുറിച്ച് തമാശയ്ക്ക് വേണ്ടി ആളുകൾ ഇങ്ങനെ അത്താഴക്കള്ളന്മാരെ കൂട്ടിച്ചേർക്കുന്നു എന്നല്ലാതെ മറ്റാരും ഇങ്ങനെയുള്ളൊരു ആക്ഷേപം പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഭ്രാന്തായാൽ എന്നുള്ള പാട്ടിനെ പറ്റിയിട്ട് അങ്ങനെ കുറേ ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഭ്രാന്ത് എന്നുള്ള ഒരു വാക്ക് നമ്മൾ ഇഷ്ക് എന്നതിന് പകരം പ്രയോഗിക്കുമ്പം, പ്രണയം എന്നതിന് പകരം ഉപയോഗിക്കുമ്പം അങ്ങനെ ചിലപ്പോൾ മൊഹബത്ത് എന്ന് പറയുന്നതിനെ ഞാൻ പല ഉസ്താവുമാരും അതിനെ വിമർശിക്കുന്നത് കേട്ടിട്ടുണ്ട്. മൊഹബത്ത് എന്ന് പറയുന്ന ഒരു സ്നേഹമാണ്, അതിനപ്പുറത്തേക്ക് ഇഷ്കെന്ന് ഉപയോഗിക്കുമ്പോഴേക്കും അതൊരു പ്രണയമായി മാറുന്നു അല്ലെങ്കിൽ കാമമായിട്ട് മാറുന്നു. അപ്പം അത്തരം പ്രയോഗങ്ങൾ നടത്തുന്നത് യഥാർത്ഥമായ ഒരു വിശ്വാസത്തിൻ്റെ വഴിയിൽ നിന്ന് വഴിതെറ്റിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അല്ല, അതൊരു എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞൊരു വളരെ പൊള്ളയായൊരു പ്രണയത്തെ നിങ്ങൾ എടുക്കൂ. ഒരു കോളേജുകളിലൊക്കെ പ്രണയിച്ച് നടക്കുന്ന രണ്ടാളുകൾ പോലും ആ പ്രണയത്തെ പോലും സൂഫി ഭാഷയിൽ അതിനെക്കുറിച്ചിട്ട് പറയുന്നത് ഇഷ്ഖെ മജാസി എന്ന്, അതായത് ഒരു പൊള്ളയായ ബാഹ്യത്തിലുള്ള പ്രണയം. ആ കുട്ടികൾ പോലും യഥാർത്ഥത്തിൽ അവരന്വേഷിക്കുന്നതും തേടുന്നതും ദൈവികമായ ഒരു പ്രണയത്തെയും വിലയത്തെയുമാണ്. അതിലേക്കുള്ള ഒരു വഴിയാണ്. അത് ഞാൻ പറഞ്ഞത് ഈ പ്രണയം അതിലേക്കുള്ള ഇങ്ങനെ പൊള്ളയായ പ്രണയം അതിലേക്കുള്ള വഴി എന്നുള്ളതല്ല. ആ ഒരു പ്രണയിക്കാനുള്ള ഒരു ദാഹമുണ്ടല്ലോ, ആ ദാഹത്തിന് അതിൻ്റെ ശരിയായൊരു വഴി ലഭിക്കുമ്പോൾ ആ ദാഹം എന്ന് പറയുന്നത് എന്താണ്? ആ ദാഹം ഇതിലേക്കുള്ള അതുള്ളവനെ ശരിക്കും എന്താകുള്ളൂ ഈ രീതിയിൽ ഈ വിഷയങ്ങളെ മനസ്സിലാക്കാൻ. ഇപ്പോൾ നമ്മൾ ഈ ലൈലയും മജ്നുവിൻ്റെയും കഥ ഒരു പേർഷ്യൻ പശ്ചാത്തലത്തിലാണ് പറയുന്നതെങ്കിൽ, നമ്മളെ വായനയിൽ
ഇന്ത്യയിലും ഭാരതത്തിലും ഇതുപോലെ ഈ രാധാകൃഷ്ണ പ്രണയത്തെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. ആ പ്രണയം എന്ന് പറയുന്ന അർത്ഥത്തെ ശരീരത്തോടുള്ളൊരു ഇഷ്ടമായിട്ട് മാത്രം കാണുന്നതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ വിമർശനം വരുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. സത്യത്തിൽ ഞാൻ പറയണത് ഇപ്പം നമ്മളൊരു കേവല പ്രണയം എന്നുള്ള നിലക്ക് കാണുന്നിടത്ത് പോലും പ്രണയം എന്ന് പറയുന്നത് ഒരിക്കലും ഈ പ്രണയിക്കാതെ അല്ലെങ്കിൽ പ്രണയം എന്താണെന്ന് അറിയാതെ ദൂരെ നിന്ന് നോക്കി കാണുന്നവർ കാണും വിധത്തിലല്ല. അതുകൊണ്ടാണ് അവർക്ക് പലപ്പോഴും അവരുടെ കുട്ടികളെ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത്. അവരുടെ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രണയമോ കാര്യങ്ങളോ ഉണ്ടാകുമ്പം അതിനെ ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ അവരൊന്ന് ചേർത്ത് തലോടാനോ അവരെ കൂട്ടിച്ചേർക്കാനോ സാധിക്കാതെ പോകുന്നത് അതുകൊണ്ടാണ്. സത്യത്തിൽ ഇപ്പോൾ ലൈല എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കൂലേ വലിയ സുന്ദരിയാണെന്ന്. സത്യത്തിൽ ലൈല അങ്ങനെ വലിയ സുന്ദരിയൊന്നല്ല. ലൈല സുന്ദരിയാവുന്നത് മജ്നുവിൻ്റെ കണ്ണുകളിൽ മാത്രമാണ് അല്ലേ എന്നതുപോലെ നമ്മളിപ്പോൾ എത്രയോ കാഴ്ചകൾ അങ്ങനെ നമ്മൾ കാണുന്നില്ലേ. അപ്പോൾ ആ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക എന്താണ് ഈ പ്രണയത്തിൻ്റെ കാമം എന്താണ്, അതിൻ്റെ ആഴം എന്താണ് എന്നുള്ളത്. നമുക്ക് ആ പാട്ടിലേക്ക് വന്നില്ല. ആ പാട്ട് കുറച്ചുകൂടി ആളുകൾ ഉൾക്കൊണ്ട പാട്ടാണ്, കുറച്ചുകൂടി ആളുകൾ കേട്ട പാട്ടാണ്. ഭ്രാന്തായാൽ എന്തു സുഖം, സക്കറാത്തുൽ മൗത്ത് എന്തു രസം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭ്രാന്താവുക എന്നുള്ളതിനെ എങ്ങനെയാണ് സൂഫീസത്തിൽ ഡിഫൈൻ ചെയ്യുന്നത്? ഭ്രാന്താവുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക, നിങ്ങളെക്കുറിച്ച് ഭ്രാന്തനെന്ന് വിളിക്കപ്പെടുവോളം, നിങ്ങളെക്കുറിച്ച് ആരോ ഭ്രാന്തനെന്ന് വിളിക്കുന്നത് വരെ നിങ്ങൾ ദൈവത്തിനെ ഓർത്തുകൊണ്ടേയിരിക്കുക. ഭ്രാന്തുള്ളവർക്ക് ഈ പറയുന്ന ഇമാൻ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിവുണ്ടെന്ന അർത്ഥത്തിലാണ്? ഇല്ല, അങ്ങനെയല്ല. ഭ്രാന്ത് എന്ന് അത് ഈ ഇതിൻ്റെ ആരാധനപരമായ കാര്യങ്ങളിൽ നിന്ന് അവർക്ക് ഒഴിവുണ്ട് എന്ന് എൻ്റെ ഈ പാട്ടുകളിൽ എവിടെയും ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഈ പാട്ടുകളിൽ പറയുന്നത് അതൊരു ഭാരമാവുന്നില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ആളുകളുടെ പ്രാർത്ഥനകളെ ആരാധനകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, അവരതൊക്കെ ഇങ്ങനെ അടച്ചു വീട്ടാണ്. ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ 5 നേരത്തെ നിസ്കാരം അടച്ചു വീട്ടുന്നു, ഒരു മാസത്തെ നോമ്പ് അടച്ചു വീട്ടുന്നു. ഇങ്ങനെ ഒരു അടവല്ല. നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്തും അടവല്ല എന്നാണ് പറയുന്നത്. അതൊരു അടവല്ല. അടവ് രണ്ടർത്ഥത്തിൽ പറയാം. അടവ് എന്ന് പറഞ്ഞാൽ ഒരു ട്രിക്ക് എന്നുള്ള അർത്ഥത്തിൽ ദൈവത്തെ പ്രീതിപ്പെടുത്താനുള്ള ഒരു ട്രിക്കല്ല. എന്നതുപോലെ ദൈവത്തിന് അങ്ങോട്ട് കൊടുത്തു വീട്ടേണ്ട ഒരു ബാധ്യതയുമല്ല. അത് അവരുടെ ഒരു ആനന്ദമാണ്, അവരുടെ ഹൃദയത്തിൻ്റെ ഒരു അനുഭവമാണ്. ഈ മജ്നുവിൻ്റെ അവസ്ഥയിലേക്കൊരു വിശ്വാസി എങ്ങനെ എത്തുന്നു? മജ്നുൽ എന്ന വാക്ക് ഇപ്പോൾ കൈസിനെ മജ്നുവാക്കി മാറ്റുന്നത് ലൈലയോടുള്ള പ്രണയമാണ്. ആ വിശ്വാസി എങ്ങനെയാണ് ഒരു മജ്നുവായിട്ട് മാറുന്നത്, ഒരു ഭ്രാന്തനായിട്ട് മാറുന്നത്? ദൈവത്തെ അറിയാനുള്ള വഴികളിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ്. സൂഫി ഇതിൽ ആരാധനകളെക്കുറിച്ച് തന്നെ പറയുക, അറിഞ്ഞ് ആരാധിക്കുക. അറിയാത്ത ഒന്നിനോട് എങ്ങനെ ആരാധന വരും എന്ന് ചിന്തിച്ചു നോക്കും. അറിഞ്ഞ ഒന്നിനെയല്ലേ ആരാധിക്കാൻ സാധിക്കുള്ളൂ. ഈ അറിവ് എങ്ങനെയാണ് അതിനെ വിശ്വാസി എങ്ങനെ കാണണം എന്നുള്ളത്? അറിഞ്ഞവരായ ആളുകൾ, ഞാൻ പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഇപ്പം ഞാനൊരു നേരത്തെ തന്നെ ഒരു ആർട്ടിസ്റ്റാണ്. ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ കവിതയും നാടകവും എഴുത്തും ഇങ്ങനെയായിരുന്നു എൻ്റെ ജീവിതം. വളരെ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്തെ അങ്ങനെയാണ്. അപ്പോൾ അതാണ് എന്നെ ഇങ്ങനെ എൻ്റെ ജീവിതത്തെ ഒരു സൃഷ്ടാവിനെ കുറിച്ചിട്ടുള്ളൊരു അന്വേഷണത്തിൻ്റെ വഴിയിലേക്ക് എന്നെ ആനയിച്ചു കൊണ്ടുപോകുന്നത്. എനിക്ക് അവൻ തന്നെ നൽകിയിട്ടുള്ള ഈ ഒരു ശേഷിയിലൂടെയുള്ള അന്വേഷണങ്ങളാണ്. ഈ വിധത്തിൽ ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ഒന്നാമത് ഉദാഹരണമായിട്ട് എല്ലാ തലത്തിലും അതുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ മാതാപിതാക്കളെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി. എൻ്റെ അച്ഛനമ്മമാരെ എനിക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ എനിക്ക് ദൈവത്തെ മനസ്സിലാവും. എനിക്ക് അവരെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഈ അച്ഛനമ്മമാരെന്ന് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും മാതാപിതാക്കളും ദൈവവും തമ്മിൽ വലിയ ഒരു ഉപമയുണ്ട്. ആ ഉപമ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്കൊരു പക്വതയും പാകതയും എത്തുന്നതിന് മുമ്പ് നമുക്ക് നമ്മെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നിർവഹിച്ച് വന്നവരാണ് അവർ. അപ്പോൾ നമ്മുടെ വീട്ടിലെ കൊച്ചുമക്കൾക്ക് ഇപ്പോൾ വല്യച്ഛൻ എന്ന് പറഞ്ഞാൽ ആരാ? ഒന്നിനും കഴിയാതെ കസേരയിലിരിക്കുന്ന ഒരു കിളവനാണ്. എന്നാലും നമുക്കോ ഈ വീടിനെയും കുടുംബത്തെയും ഈ വിധത്തിൽ ആക്കി മാറ്റിയ വലിയ എന്നതുപോലെ ആളുകളുടെ ജീവിതത്തിൽ അവർക്ക് ലഭിച്ചു കഴിഞ്ഞ ഈ കാര്യങ്ങളിൽ നിന്ന് അവർക്ക് പിന്നെ ദൈവത്തെ കാണാനില്ല. ദൈവം എവിടെ? ദൈവം ആരാണ്? ദൈവം എന്താണ് ചെയ്തു തരുന്നത്? എവിടെ നോക്കുമ്പോൾ കാണാനില്ല. ഉണ്ടെങ്കിൽ തന്നെ ഒന്നിനും പറ്റാതെ എവിടെയെങ്കിലും പള്ളിയിലോ എവിടെയെങ്കിലും ആരുടെയെങ്കിലും ആരാധനകൾ സ്വീകരിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ഒന്നായിട്ടാണ് ഒരു ദൈവത്തിന് ഒരാൾ എത്തിക്കുന്നത് അല്ലേ? എന്നാൽ ഒരാൾ തൻ്റെ ഇല്ലായികയെ മനസ്സിലാക്കിയാലോ, ഞാൻ എങ്ങനെയാണ് ഈ എൻ്റെ ഇല്ലായികയിൽ നിന്ന് ഈ വിധത്തിൽ ഉള്ളവനായി നിൽക്കുന്നത്? നമ്മുടെ നോമ്പ് പാട്ടിൽ അതിൻ്റെ അനുപല്ലവി ഇങ്ങനെ വരുന്നത്,
ഇല്ലായിക എന്ന ഇല്ലം വിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ, ഇല്ലല്ല എന്ന ഇഷ്കിന്നെണ്ണയിൽ എരിയുന്ന ദീപമല്ലേ. ഇല്ലായിക എന്ന ഇല്ലം വിട്ട്, എൻ്റെ തറവാട് അതാണ്. ആ ഇല്ലായിക എന്ന തറവാട്ടിൽ നിന്ന് എങ്ങനെയാണ് ഞാൻ ഈ ഉണ്മയുടെ ജീവിതത്തിലേക്ക് വന്ന് ഈ കാര്യങ്ങളെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിനെ ഓർത്താൽ. ഈ മജ്നുവിൻ്റെ കഥ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, മജ്നു അവസാനമാകുമ്പോഴേക്കും മജ്നുവിൻ്റെ മുന്നിൽ കാണുന്നതിൽ മുഴുവൻ ലൈലയാണ് കാണുന്നത്, മജ്നു എല്ലാറ്റിലും ലൈലയെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു വിശ്വാസി യഥാർത്ഥത്തിൽ അവൻ്റെ എല്ലാറ്റിലും അള്ളാഹുവിനെ കാണുക എന്ന് പറയുന്നൊരു തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഇതിലുള്ള ഖുർആനിലുള്ള എത്രയോ, ആ ഖുർആനിനെ കുറിച്ചിട്ട് തന്നെ നമ്മൾ പറയും ഖുർആനിലുള്ളത് ആയാത്തുകളാണ്. ആയാത്ത് എന്ന് പറഞ്ഞാൽ അവനിലേക്ക് ഉണർത്തുന്നത് എന്നാണ്, അവനെ അറിയിക്കുന്നത്. എന്നതുപോലെ ഈ സൃഷ്ടി പ്രപഞ്ചം മുഴുവനും ആയാത്തുകളാണ്. ഇത് ഓരോന്നും അവൻ്റെ ഉണ്മയെക്കുറിച്ച് പറയുന്നു, അവൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നു, അവൻ്റെ പരിപാലനത്തെക്കുറിച്ച് പറയുന്നു. ഇതിനെയാണ് ഒരു വിശ്വാസി കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ എന്ത് കണ്ടാലും മതി. ഇപ്പോൾ ഇവരുണ്ട് ഖസീദത്തുൽ ബുർദ എന്ന് പറഞ്ഞ ഒരു പ്രസിദ്ധമായൊരു കൃതിയെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, നീ ഈ പൊടിഞ്ഞ് ദ്രവിച്ച് നിൽക്കുന്ന ഈ മരപ്പലകയെ ചൊല്ലി നീ എന്തിനാണ് ഇങ്ങനെ വ്യഥ കൊള്ളാനിരിക്കുന്നത്? അപ്പോൾ അങ്ങനെയുള്ള ഒരു ദ്രവിച്ചു പൊടിഞ്ഞു പോകുന്ന ഒരു മരക്കൊള്ളി പോലും ഒരാളുടെ ഉള്ളിൽ അതിൻ്റെ സൃഷ്ടാവിനോടുള്ള ആ ഒരു പ്രണയബന്ധത്തെ ഉണർത്തുമാറ് അവൻ്റെ അധ്യായങ്ങൾ, അവൻ്റെ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എന്നുള്ളതാണ്. ഈ ലൈല എന്നുള്ള പ്രയോഗത്തെ ഒരു വിമർശനം എന്ന രീതിയിൽ പറയുന്നതാണ്, അതിന് മറുപടി ആവശ്യമുണ്ടോ എന്ന് അറിയില്ല. ഇപ്പോൾ അള്ളാഹു ആരാണ് ലൈല എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഈ പാട്ട് പറയുമ്പോൾ അള്ളാഹുവാണ് ലൈല. അപ്പോൾ ഈ അള്ളാഹുവിനെ ലൈല എന്ന് വിശേഷിപ്പിക്കാൻ പാടുണ്ടോ? അള്ളാഹുവിന് നിയമപരമായി 99 പേരുകളുണ്ട്, അതിൽ പരം ഒരു പേര് അള്ളാഹുവിന് കൽപ്പിച്ചു കൊടുക്കേണ്ടതുണ്ടോ എന്നൊക്കെ വിമർശിക്കാറുണ്ട്. അങ്ങനെയുള്ള വിമർശനങ്ങൾ എങ്ങനെയാണ് കാണാറുള്ളത്? ഇല്ല, അള്ളാഹുവാണ് ലൈല എന്നുള്ളതല്ല പറഞ്ഞതിപ്പോൾ. അള്ളാഹ് എന്ന് പറയുന്നത് നമുക്ക് എത്തിച്ചേരാനുള്ള ഒരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തെയാണ് ലൈല എന്ന് പറയുന്നത്, അള്ളാഹ് എന്നുള്ളതല്ല. അതിനാ പേരുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. എല്ലാ അന്വേഷണങ്ങളും ഏതൊന്നിലേക്ക് നയിക്കപ്പെടുന്നോ അതിനെയാണ് ലൈല എന്ന് വിളിക്കുന്നത്. ഇത് കുറച്ചുകൂടി ലളിതമാണെന്നാണോ, അല്ലെങ്കിൽ അറിയുന്തോറും ലളിതമായിരിക്കും, പക്ഷേ സാധാരണ വിശ്വാസികൾക്ക് ഇത് കുറച്ച് ഗഹനമായി തോന്നുമോ? അങ്ങനെയാണോ ഇതിൻ്റെ ഒരു? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പം ഈ കവിതകൾ മാത്രമല്ല, ഈ ഖുർആനിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് കവിതയല്ല എന്ന് പറയുന്നുണ്ട്. കവിതയല്ല എന്ന് പറഞ്ഞാൽ കവിതക്കും മേലെയാണെന്ന്. ഈ കവിത പോലും മനസ്സിലാവാത്തവർക്ക് ഖുർആൻ മനസ്സിലാവുന്നില്ല എന്ന് ഞാൻ സ്വകാര്യം പറയാണ് പരസ്യമായിട്ട്. ഈ കവിത മനസ്സിലാക്കാനുള്ളതിനേക്കാളേറെ പ്രയാസം. കാരണം ഖുർആനിലെ ഓരോ ആയത്തുകളും നോക്കൂ, എത്രയോ കാലങ്ങൾ ജീവിച്ചിരുന്ന എത്രയോ മഹാന്മാർ പല ഏടുകളിലായി തഫ്സീർ എഴുതിയിട്ടും ഇപ്പോഴും അതിൻ്റെ വ്യാഖ്യാനങ്ങൾ വളരെ മുമ്പ് എഴുതിയ പാട്ടാണല്ലോ. എത്ര വർഷമായി ഉണ്ടാവും ഭ്രാന്തായാലും? 5 വർഷത്തിന്റെ മുകളിലായി. പക്ഷേ ഈ അടുത്ത കാലത്ത് നമ്മള് ഇദ്ദേഹം പാടിയപ്പോഴാണ് അത് കുറച്ച് വൈറലായത്. അതെ. എങ്ങനെയാണത് ആ വൈറലായ വഴിയൊന്ന് പറയുമോ? വൈറലായ നമ്മുടെ ദിറാറ് അമ്നി ദ്വീപിലെ നമ്മുടെ ഒരു കൂട്ടുകാരനാണ്. അദ്ദേഹമായിട്ട് നേരിട്ട് ബന്ധമുണ്ടല്ലേ? തീർച്ചയായിട്ടും. ഞാനിവിടെ കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ കക്ഷി വരാറുണ്ട്, ഇടയ്ക്ക് സംസാരിച്ചിരിക്കും. പുള്ളിയും ഇതുപോലെ തന്നെ ഒരു സൂഫി ഇതിലൊക്കെയുള്ള പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ എൻ്റെ പാട്ടുകൾ ഇഷ്ടമാണ്. അപ്പോൾ അവൻ നേരത്തെ തന്നെ അവൻ നല്ല ഗായകനാണ്, അവൻ്റെ ശബ്ദം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളൊരു ദ്വീപിലെ ഈ ഓടങ്ങൾ ഇളകുന്നത് പോലെയുള്ള ഒരു താളമാണ് അവൻ്റെ ഓരോ ശബ്ദത്തിനും. അപ്പോൾ അവന് നേരത്തെ പാടിയിട്ട് ഏറെ പ്രസിദ്ധമായ കുറേ പാട്ടുകളുണ്ട്. അതൊന്നും അവൻ മുഖേനല്ല. ഇപ്പം സമീർ ബിൻസിയൊക്കെ പാടുന്ന രാഗമേ അനുരാഗമേ എന്നുള്ളൊരു പാട്ട്, അത് ദിറാറ് പാടിയിട്ടാണ് നമ്മളത് കേൾക്കുന്നത് ആദ്യമായിട്ട്. അത് മറ്റേ ഇവിടെയുള്ള മലയാളിയായിട്ടുള്ള ഹാജി അബ്ദുറസാഖ് മസ്താൻ്റെ വരികളാണത്. പിന്നെ അവനെ ഒരിക്കലും അങ്ങനെ വന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനൊരു പ്രോഗ്രാമിന് പോവാണ്, ഞാൻ ഒമാനിലൊരു പ്രോഗ്രാമിന് പോകുന്നു, നിങ്ങളുടെ പാട്ടുകളൊക്കെ ചിലപ്പോൾ ഞാൻ പാടാൻ സാധ്യതയുണ്ട്, കേസൊന്നും കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ്
പിന്നെ അവനവിടെ പോയി. പക്ഷെ പ്രോഗ്രാമിൽ പുള്ളി ഇത് പാടില്ല. നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ആശയക്കുഴപ്പം വേണ്ട, സാധാരണക്കാർക്ക് മനസ്സിലാവാത്തത് എന്നുള്ള. പ്രോഗ്രാം കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോൾ ഒരു ഹോട്ടലിലിരുന്നിട്ട് അത് വെറുതെ ഇങ്ങനെ ഒരു മുട്ടിപ്പാടി അവിടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളത് പകർത്തി അത് ഇൻസ്റ്റയിൽ ഒക്കെ പോസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് അതിൻ്റെ ഒരു വൈറലിൻ്റെ കഥ. പാട്ട് ഇത്രയും ആളുകൾ കേൾക്കാനിടയായത്, പിന്നീട് യൂട്യൂബിലും അത്രയും വ്യൂവേഴ്സ് ഉണ്ടായത് അത് കേട്ടിട്ട് ഇതിൽ വരുന്ന ആൾക്കാരല്ലേ? തീർച്ചയായിട്ടും. എങ്ങനെ പുതിയ പാട്ടുകളിലേക്കൊക്കെ ഉള്ള ഒരു പുതിയ പാട്ടുകൾ എല്ലായ്പ്പോഴും ഏത് വഴിക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മളൊരു സൗഹൃദമാണല്ലോ. ഞാനിപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി നിങ്ങളെ പരിചയപ്പെട്ടു എന്നതുപോലെ നമ്മുടെ ഒരു റബ്ബുമായിട്ടുള്ള ദൈവവുമായിട്ടുള്ള ഒരു സൗഹൃദത്തിൽ നിന്ന് നമുക്കങ്ങനെ വരികൾ ഇങ്ങനെ ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും. നമ്മളൊരു വീട്ടിലെ ഒരു മരത്തിൻ്റെ താഴെ കനികൾ വീഴുന്ന പോലെ നമ്മളത് എടുത്തു വെക്കും. വീണ്ടും അതേ കൂർവയിലേക്കുള്ള കാര്യങ്ങൾ വരുമ്പം അത് ഒന്നിച്ച് ചേർത്തൊരു പാട്ടാക്കി. ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ 2 പാട്ടുകൾ ഇപ്പോൾ പണി പൂർത്തിയായി റിലീസ് ചെയ്യാനിരിക്കുന്ന പാട്ടുകളുണ്ട്. ഒന്ന് നോമ്പിനെ കുറിച്ച് തന്നെയുള്ള പാട്ടാണ്, അത് ഈ വരുന്ന ദിവസങ്ങളിലായിട്ട് റിലീസ് ചെയ്യും. അതിൽ 2 വരി പ്രേക്ഷകർക്ക് പാടാൻ പറ്റും? തീർച്ചയായിട്ടും. പള്ള നിറച്ചും നോമ്പെടുത്ത് തൊള്ള മണക്കിണ് കസ്തൂരി, പള്ള നിറച്ചും നോമ്പെടുത്ത് തൊള്ള മണക്കിണ് കസ്തൂരിയും, ഉള്ളകമാകെയുള്ളവൻ തന്നെ തന്നെ പെയ്യണ തേന്മാരി, പള്ള നിറച്ചും നോമ്പെടുത്ത് തൊള്ള മണക്കിണ് കസ്തൂരിയും, ഉള്ളകമാകെയുള്ളവൻ തന്നെ തന്നെ പെയ്യണ തേന്മാരി. ഇതിലെല്ലാത്തിലും ഇങ്ങനെ ഈ പള്ള നിറച്ച് എന്നൊക്കെ പറയുമ്പോൾ വയറ് കാലിയാവുമ്പോഴാണ് നോമ്പെടുക്കുന്നത്. ഈ ഹജ്ജ് പാട്ടിലും ഇതേപോലെ ഉണ്ട്. ഈ ലബൈക്കിൻ്റെ ബൈക്കുമ്പോൾ കയറി പോയിക്കോളി, വമ്പുള്ള വിമാനത്തിൽ കയറി പോകണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഈ അത് ഹജ്ജിൻ്റെ യാത്രയുടെ യഥാർത്ഥമായ അർത്ഥം ഈ ലബൈക്ക് എന്ന് പറയുന്ന ഒരു അർത്ഥത്തിലേക്ക് എത്തുക എന്നുള്ളതാണല്ലേ? തീർച്ചയായിട്ടും. ലബൈക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ നിന്റെ ക്ഷണം സ്വീകരിച്ചു എന്നാണ് ആ വാക്കിനർത്ഥം. അപ്പം ലബൈക്ക് എന്ന ക്ഷണം സ്വീകരിച്ചു പോകുന്ന ഇവൻ ആരാണ്? ഒന്നുമില്ലാത്തവനെ. ഇപ്പം എൻ്റെ കൃഷ്ണൻ കുചേലനെ ക്ഷണിച്ചതുപോലെ ഒന്നുമില്ലാത്തവനായിട്ടാണ് ഇവൻ യാത്ര പോകുന്നത്. എന്നാൽ ആളുകൾ ഇന്ന് ഹജ്ജിന് പോവുക എന്ന് പറഞ്ഞാൽ ഞാനെല്ലാം ഉള്ളവനാണെന്ന് കാണിക്കാൻ വേണ്ടി പോവുകയാണ്. ആർഭാടമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് അതിനാണ് അതൊരു വിമാനം കയറിപ്പോണ്ട നമ്മളെ അഹങ്കാരത്തിന്റെ അത് പ്രതീകമായിട്ട് അതിൽ പ്രയോഗിച്ചു നോക്കാം. ബൈക്ക് എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ ഒരു വാഹനമാണ് എന്നുള്ള നിലക്ക് അതിനെക്കുറിച്ച് ഒന്നുമില്ലായ്മയാണെന്നുള്ള അല്ലേ? അഹദോന്റെ ആതിഥ്യം സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? തീർച്ചയായിട്ടും. ഈ ഭ്രാന്തായാൽ എന്ന പാട്ട് ഇപ്പോൾ സിനിമയിലേക്ക് വരികയാണ്. അപ്പോൾ ആ പാട്ടുകൂടി ഉസ്താദിന്റെ ചുണ്ടിൽ നിന്ന് തന്നെ കേൾക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടാകും സ്വാഭാവികം. ഇനിയും എത്രയോ നാളൻ വഴി ദൂരമുണ്ട്, ഇനിയും എത്രയോ നാളൻ വഴി ദൂരമുണ്ട്, ലൈലാന്റെ ഖസ്റിൻ അലങ്കാരം കണ്ട്, ലൈലാന്റെ ഖസ്റിൻ അലങ്കാരം കണ്ട്, അതിനാല നിസ്കാരം ജമ്മും കസറുണ്ട്, അതിനാല നിസ്കാരം ജമ്മും കസറുണ്ട്, അവകാശിയായി ഞാനല്ലാതെ ആരുണ്ട്, ഭ്രാന്തായാൽ എന്തു സുഖം, സക്കറാത്തുൽ മൗത്ത് എന്തു രസം. അവസാനമായി ഈ പാട്ടിൽ നിന്ന് തന്നെ ഒരു ചോദ്യം കൂടി ചോദിച്ച അവസാനത്തേക്ക്, ഈ സക്കറാത്തുൽ മൗത്ത് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും മരണശയ്യ വേദനിപ്പിക്കുന്നതാണ്, അത്യന്തം വേദന ഉളവാക്കുന്നതാണെന്നാണ് വിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഒരു രസമായിട്ട് മാറുന്നതെന്ന് സ്വാഭാവികമായിട്ടൊരു വിശ്വാസിയുടെ ചോദ്യമാണ്. ഖുർആനിൽ അങ്ങനെ മരണം വേദനിപ്പിക്കുന്നതാണ് എന്ന് പറയുന്നത് ഇപ്പം വലിയ ശിക്ഷകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. അവനെ സ്നേഹിക്കുന്ന ഒരാൾ, അവനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ, ഈ ദുനിയാവിലെ ജീവിതത്തെ അവനിൽ നിന്നുള്ള ഒരു വേർപാടായി അവനിലേക്ക് ചെന്നു ചേരാൻ കൊതിക്കുന്ന ഒരാൾ, എങ്ങനെയാണ് അവർക്ക് മരണം വേദനാജനകമാണ് എന്ന് പറയാൻ പറ്റുക? സൂഫി ഭാഷ്യത്തിൽ മരണത്തെക്കുറിച്ച് പറയുന്നത് പ്രണയിക്കുന്ന 2 പേർ പരസ്പരമുള്ള ഒരു പാലം കടക്കൽ എന്ന് മാത്രം. അതാണ് സിറാത്ത്. തീർച്ചയായിട്ടും. സിറാത്ത് എന്ന് പറയുന്നത് ഇവിടെ
വരുന്നതല്ല, അത് മറ്റൊരു വിഷയമാണ്. അത് ഇവിടെ തന്നെയുള്ള വിഷയമാണ്, പരലോകത്തേക്കും കൊണ്ടുപോകുന്നില്ല. അത് ഇവിടെ പ്രണയത്തിൽ നിന്ന് വീണു പോവാതെ ഒരാൾ അതിൽ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ രഞ്ജിത്ത് പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മൾക്ക് അതിൽ പല വിധത്തിലുള്ള ആശങ്കകളും സംശയങ്ങളും സന്ദേഹങ്ങളും പ്രതിസന്ധികളൊക്കെ വരുന്ന സമയമുണ്ടാവും. അപ്പോഴൊക്കെ അതിനെ അவ்விധത്തിൽ തന്നെ നിലനിർത്തുന്ന ഒരു പ്രയാസത്തെക്കുറിച്ച് അറിയാലോ. എന്നാൽ ഇതിലേറെ പ്രയാസമായിട്ടുള്ളൊരു കാര്യമാണ് ജീവിതം അതിൻ്റെ മാധുര്യത്തെയും തിക്തമായ അനുഭവങ്ങളെയും കൊണ്ട് നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവനിൽ അടിയുറച്ച് വിശ്വസിച്ച് അതിൽ തന്നെയായി നിലകൊള്ളുക എന്നുള്ളത്. അതിൽ വീഴാതെ ഒരാളെ നിൽക്കാൻ ശ്രമിക്കാൻ പഠിക്കേണ്ട ഒരു പാലമാണ് സിറാത്ത് എന്ന് പറയുന്നത്. സക്കറാത്ത് എന്നുള്ളതിൽ സക്കറാത്ത് എന്ന വാക്കിൽ നിന്നാണ് ഇവർ ഈ ഭയാനകം എന്നുള്ള അർത്ഥം പറയുന്നത്. എന്നാൽ അതേ വാക്കിൽ നിന്ന് തന്നെയാണ് സക്കർ, നമ്മൾ ശുക്കർ എന്നൊക്കെ പറയണ ഈ മധുരം എന്ന് പറയുന്നത്. അതിൽ നിന്ന് മധുരം എന്ന മരണക്കട്ട. ഇത് ഇന്നലെ ഞാൻ നോമ്പിനെ കുറിച്ചൊരു ചെറിയൊരു കുറിപ്പ് എഴുതി. ഈ ജീവിതത്തെ നോമ്പായി അറിഞ്ഞാൽ മരണം മധുരമുള്ള ഒരു നോമ്പ് തുറയായിരിക്കും. ഈ ജീവിതത്തെ ഒരു നോമ്പായി അറിഞ്ഞാൽ മരണം മധുരമുള്ള ഒരു നോമ്പ് തുറ. അല്ലാത്തൊരു കാഴ്ചപ്പാടാണ്. എങ്ങനെയാണ് ഉസ്താദിൻ്റെ ഒരു എവിടെയാണ് ജനിച്ചതും വളർന്നതൊക്കെ ഒന്നും കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. മലപ്പുറം ജില്ലയിൽ വേങ്ങരയാണ് എൻ്റെ ജനനമൊക്കെ. വളർന്നതും സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേഞ്ഞിപ്പലം, അവിടെയാണ് ഫാദർ വർക്ക് ചെയ്തിരുന്നത്. ഫാദർ ഹോമിയോ ഡോക്ടറായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ താമസം കോഴിക്കോട് ജില്ലയിൽ കുറ്റിക്കാട്ടൂർ എന്ന് പറഞ്ഞ പ്രദേശം. പഠനം മൈക്രോബയോളജി പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. മണിപ്പാൽ കസ്തൂർബ മെഡിക്കൽ കോളേജിലായിരുന്നു പഠനമൊക്കെ പൂർത്തിയാക്കിയത്. ഈ പഠന കാലത്തൊക്കെ തന്നെ കവിതകളൊക്കെ കൂടെ തീർച്ചയായിട്ടും എല്ലാ കാലത്തും അതിൻ്റെതായ. സൂഫിസത്തിലേക്ക് എങ്ങനെയാണ് ആകർഷിക്കുന്നത്? സൂഫിസത്തിലേക്ക് നമ്മൾ എന്താ പറയുക, നേരത്തെ ഞാൻ വളരെ സജീവമായിക്കൊണ്ട് സാമൂഹ്യ വിഷയങ്ങളിലും പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ടുള്ള ഒരു വിദ്യാർത്ഥി കാലഘട്ടമാണ് എനിക്ക് കഴിഞ്ഞു പോയിട്ടുള്ളത്. ഇതൊക്കെ ആദ്യകാല പാട്ടുകളിലുണ്ട്. അതെ 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 തീർച്ചയായിട്ടും. പിന്നീട് നമ്മൾ ഇങ്ങനെ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെല്ലാം നമ്മുടെ സെൽഫിനെ കുറിച്ചിട്ട്, സ്വന്തത്തെക്കുറിച്ച് എന്നതുപോലെ തന്നെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന മറ്റൊരാളെ എങ്ങനെയാണ് അവരെ നമുക്ക് ഒരു വ്യക്തിപരമായ ഒരു എന്താ പറയുക ഒരു അഡ്രസ്സ് ചെയ്യൽ എങ്ങനെയാണ്. ഇപ്പം നമ്മൾ വലിയ വലിയ വിഷയങ്ങളെ ഒക്കെ അവരുടെ മുമ്പിൽ കൊണ്ടു ചെന്നിട്ട് നമ്മൾ പറയും. എന്നാൽ അവരോട് അവരാരാണ് എന്നുള്ള, ഞാൻ ആരാണ് എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണല്ലോ കാര്യങ്ങളെ പറയേണ്ടത്, നമ്മൾ അന്വേഷിക്കേണ്ടത്. ആ ഒരു രീതിയിലുള്ള ഒരു ഇതിലൂടെ അന്വേഷണത്തിലൂടെ അങ്ങനെ നമ്മളെന്താ പറയുക, നമ്മൾ തെന്നി ചെന്ന് വീഴുന്നതാണ്. അല്ലാതെ നമ്മളിങ്ങനെ നേരത്തെ ഇങ്ങനെ ഒരു സൂഫി ആവണമെന്നോ അങ്ങനെയുള്ളൊരു സൂഫി ആവുക എന്നുള്ളത് അങ്ങനെ സാധ്യമാകുന്ന ഒരു കാര്യമല്ല. സൂഫി ആവുക എന്ന് പറഞ്ഞാൽ ഈശ്വരാന്വേഷണത്തിന്റെ പാതയിൽ സഞ്ചരിക്കുക. തീർച്ചയായിട്ടും അതിലായിരിക്കുക എന്ന് മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ, പറയാൻ സാധിക്കുള്ളൂ. സൂഫി ആയവരെ നമ്മൾ പിന്നീട് വായിക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ നമ്മളൊന്നും അവരുടെ ഒരു ചെരുപ്പിനടിയിലെ പൊടി പോലും ആവാനുള്ള ഈ അനൽ ഹക്ക് എന്ന് പറയുന്ന അല്ലെങ്കിൽ അനൽ അള്ളാഹ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എത്തുക എന്നുള്ളതാണ്. നമ്മൾ ഓരോ സമയത്തും നമുക്ക് അതിൻ്റെതായ ഒരർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കണ്ടേ. ഞാൻ ഏറ്റവും ചുരുങ്ങിയത് ഞാൻ സത്യമേ പറയുന്നുള്ളൂ എന്നെങ്കിലുമുള്ള ഞാൻ സത്യമായി മാറൽ പോട്ടെ, ഞാൻ സത്യമേ പറയുന്നുള്ളൂ എന്ന ഒരു അനൽ ഹക്കെങ്കിലും അപ്പൂലുൽ ഹക്ക് എങ്കിലും നമ്മൾ ആയി മാറുക. സത്യം പറഞ്ഞു നമ്മൾ സത്യമായി അതെ 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 അറിയിക്കുക എന്നുള്ളതാണ്. സത്യത്തെ അറിയുക എന്നുള്ളതാണ്. അറിയാനുള്ളത് സ്വന്തത്തിൽ തന്നെ ആകുമ്പോൾ പാട്ടും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും ഇത്രയും സമയം